മൂന്ന് മുന്നണികളും കണക്കുകൂട്ടലുകളും കണക്കുകളുമൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയും വെളിപ്പെടുത്തി കഴിഞ്ഞു. 20 സീറ്റുകളും നേടും എന്ന് തന്നെയാണ് UDF ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ 2ഉം 3ഉം ഘട്ടം തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പും കഴിഞ്ഞപ്പോൾ ഇപ്പോൾ UDF പറയുന്നത് 4 സീറ്റുകളിൽ കടുത്ത പോരാട്ടം നടക്കുന്നു എന്നാണ്. 4 സീറ്റുകളിൽ കടുത്ത പോരാട്ടം നടക്കുന്നു എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. 4 സീറ്റുകളിൽ തോൽവി UDF ഭയക്കുന്നു എന്ന്. ഇന്നലെ KPCCയിൽ നടന്ന അവലോകന യോഗത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരൻ ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പ്രതികരിച്ചത്. തൃശൂരിൽ താൻ വിജയിക്കുക തന്നെ ചെയ്യും. തൃശൂർ ടൗണിലടക്കം തങ്ങൾക്ക് മികച്ച ഭൂരിപക്ഷം ഉണ്ടാകും. കാര്യമായ രീതിയിലുള്ള തളർച്ചയുണ്ടാകുവാൻ സാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ നാട്ടികയും പുതുക്കാട് മുല്ലൂരുമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. തൃശൂരിൽ UDF 1ാം സ്ഥാനത്ത് വരികയും BJP 2ാം സ്ഥാനത്ത് വരികയും ചെയ്യുമ്പോൾ സുനിൽകുമാർ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ദയനീയമായ പരാജയമായിരിക്കും തൃശൂരിൽ ഉണ്ടാകുക എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അതായത് ഇടതുപക്ഷം തങ്ങളുടെ വോട്ടുകൾ BJPയിലേക്ക് ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നുവെന്ന് സാരം. അങ്ങനെയാണ് മുരളീധരന്റെ വാദം. അത്തരത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ UDF വിജയിക്കുവാൻ സാധ്യത ഏറെ എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ പോലും വിജയിക്കാൻ വിജയപ്രതീക്ഷ ഏറെയുണ്ട് എന്ന് പറയുന്ന കോൺഗ്രസിന് 20 സീറ്റുകളും നേടുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഒരുപക്ഷെ ജനം വിധി എഴുതുവാൻ സാധ്യതകൾ ഏറെ. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ, ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങൾ എന്ന് പരിശോധിക്കാം. 6 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് UDFന് അങ്ങനെ വലിയ വിജയപ്രതീക്ഷ ഇല്ലാത്തത്, അല്ലെങ്കിൽ വിജയിക്കുവാൻ സാധ്യത ഇല്ലാത്തത്. അതിൽ ആദ്യം കണ്ണൂരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ വരുന്ന സമയത്ത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ 19 സീറ്റുകളും നേടി എന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിന്റെ ഘടകത്തോടു കൂടിയായിരുന്നു മത്സരത്തിനെത്തിയത്. ആദ്യഘട്ട പ്രചരണങ്ങളിൽ UDFന്റെ തികഞ്ഞ ആത്മവിശ്വാസം 20ൽ 20 എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന് 2ാം ഘട്ട പ്രചരണത്തിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിന്റെ ആ ആത്മവിശ്വാസത്തെ കാര്യമായ രീതിയിൽ പിളർക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2019 മികച്ച വിജയം നേടി കടന്നുപോയ കണ്ണൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായ കുമ്പക്കുടി സുധാകരൻ എന്ന K സുധാകരൻ, അതായത് KPCCയുടെ അധ്യക്ഷൻ, അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇക്കുറിയും വിജയിക്കുമെന്നാണ്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ കൃത്യമായ ഇടപെടൽ, മണ്ഡലത്തിലേക്ക് സുധാകരൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആക്ഷേപം, കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയ സംഭവങ്ങൾ, ഒപ്പം BJPയിലേക്ക് താങ്കൾ പോകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതിരുന്ന ആദ്യഘട്ടങ്ങൾ, ഇവയെല്ലാം UDFനെ സംബന്ധിച്ച് വലിയ പ്രത്യാഘാതങ്ങളാണ് കണ്ണൂരിൽ ഉണ്ടാക്കിയത്. UDFന് അങ്ങനെ വിജയപ്രതീക്ഷ വയ്ക്കുവാൻ സാധിക്കാത്ത 2ാമത്തെ ലോക്സഭാ മണ്ഡലം പാലക്കാടാണ്. പാലക്കാടിനെ സംബന്ധിച്ച് 2019 UDF തോൽക്കുമെന്ന് തന്നെ വിചാരിച്ചിരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. അതായത് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും UDFന് ലഭിക്കേണ്ട ആലപ്പുഴയിൽ അത് ഇടതുപക്ഷത്തിന് നൽകുകയും വിജയപ്രതീക്ഷ ഒട്ടുമില്ലാതിരുന്ന പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് നേടുകയും ചെയ്ത UDF 2019 പോലെയല്ല 2024 പാലക്കാടിനെ കാണുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഇന്നലത്തെ അവലോകന യോഗത്തിൽ കോൺഗ്രസിന് വലിയ സംശയം ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ മണ്ഡലം പാലക്കാടാണ്. പക്ഷെ സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പറയുന്നത് താൻ അവിടെ നിന്നും 25,000-ൽ പരം വോട്ടുകളിൽ വിജയിക്കും എന്ന് തന്നെയാണ്. തൃശ്ശൂരിൽ K മുരളീധരൻ പറയുന്നത് 25,000 മുതൽ 50,000 വരെയുള്ള ഭൂരിപക്ഷമാണ് എങ്കിൽ പാലക്കാട് VK ശ്രീകണ്ഠൻ പറയുന്നത് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പക്ഷേ 2019 പാലക്കാട് ഇടതുപക്ഷത്തിന് ലഭിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിനുള്ളിലെ പടലപ്പിണക്കങ്ങളായിരുന്നു. 11,000-ൽ പരം വോട്ടുകൾ ഇടതുപക്ഷത്ത് നിന്ന് കോൺഗ്രസിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. എന്നാൽ 2024 കാര്യം അങ്ങനെയല്ല. പാലക്കാട് അടക്കമുള്ള ഇടതിന്റെ പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം പിടിച്ചേ പറ്റൂ എന്ന ഉറച്ച തീരുമാനത്തിന്റെ പുറത്താണ് പാലക്കാടും വടകരയിലും കണ്ണൂരുമൊക്കെ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ ഇടതുപക്ഷം കളത്തിലിറക്കിയത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പാലക്കാട്, മണ്ണാർക്കാട് ലോക്സഭാ മണ്ഡലങ്ങളാണ് UDFന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാൻ സാധ്യതകൾ ഏറെയുള്ള നിയോജക മണ്ഡലങ്ങൾ. എന്നാൽ മിച്ചം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം വിജയപ്രതീക്ഷയുള്ളത് LDFന് തന്നെയാണ്. കൃത്യമായ സംഘടനാ സംവിധാനമുള്ള പാലക്കാട്
ഇക്കുറി ഇടതിന് തന്നെ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവരുള്ളത്. വടകരയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര. 2 ശക്തരായ സ്ഥാനാർത്ഥികൾ, 2 MLA മാർ, രണ്ടുപേരും ജനസ്വീകാര്യത ഏറെയുള്ള സ്ഥാനാർത്ഥികൾ, രണ്ടുപേരും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും കരുത്തരാർന്ന സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടത്തിന്റെ നിലം തന്നെയാണ് വടകര. നിരവധി രാഷ്ട്രീയ പോരാട്ടങ്ങൾ, നിരവധി ആരോപണങ്ങൾ, ജാതീയ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, അക്രമ രാഷ്ട്രീയത്തെ മുതൽക്കൂട്ടാക്കിയുള്ള പ്രചരണങ്ങൾ, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ചേരുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. യുവസ്ഥാനാർത്ഥിയും ചെറുപ്പക്കാരിൽ സ്വാധീനം ഏറെയുമുള്ള ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി വടകരയിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. എന്നാൽ കൊറോണ കാലഘട്ടത്തിലും നിപ്പ കാലഘട്ടത്തിലുമൊക്കെ സാധാരണക്കാരായ ജനങ്ങളെയും കേരളത്തെയും പിടിച്ചു നിർത്തിയ KK ശൈലജ ടീച്ചർക്കുള്ള ജനപിന്തുണയും ജനസ്വീകാര്യതയും LDF-ന് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. ഷാഫി പറമ്പിൽ പോയ ഇടങ്ങളിലെല്ലാമുള്ള ജനത്തിരക്കും ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്വീകാര്യതയും UDF-ന് ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ്. ഒപ്പം മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ മൃദു ഹിന്ദുത്വ വോട്ടുകൾ വടകരയിലേത് എങ്ങോട്ട് പോകും എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഷാഫി പറമ്പിലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്ന ആത്മവിശ്വാസവും അങ്ങനെയുള്ള വാർത്തകളും വടകരയിൽ പ്രചരിച്ചപ്പോൾ വിജയിക്കുവാൻ സാധ്യതയില്ലാത്ത BJP സ്ഥാനാർത്ഥിയുള്ള പാലക്കാട് വടകരയിലെ മൃദു ഹിന്ദുത്വ വോട്ടുകളെല്ലാം KK ശൈലജ ടീച്ചറിലേക്ക് പോകുവാൻ സാധ്യതകൾ ഏറെയാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് ഒപ്പം ചേർന്ന് നിന്ന KK ശൈലജ ടീച്ചറിനെ എങ്ങനെ തള്ളിപ്പറയാൻ കഴിയും വടകരക്കാർക്ക്? എന്നാൽ പാലക്കാട് പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങളുടെ എല്ലാം കണ്ണീരേറ്റു വാങ്ങിക്കൊണ്ട് വിടവാങ്ങേണ്ടി വന്ന ഒരു MLA അദ്ദേഹം വടകരയിൽ മത്സരിക്കുമ്പോൾ, ജനസാഗരം തീർത്തുകൊണ്ട് വടകരയിലേക്ക് കടന്നു വരുമ്പോൾ ഇവർ രണ്ടുപേരിൽ ആർക്കായിരിക്കും അനുകൂലമായ നിലപാട് അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് പ്രവചനാതീതം തന്നെയാണ്. എങ്കിലും ചില പ്രവചനങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. 80,000 മുതൽ 1,20,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിക്കുവാൻ സാധ്യത ഏറെയുണ്ട് എന്നാണ് പ്രവചനങ്ങൾ. കണക്കുകൂട്ടലുകളും UDF-ന്റെ പാളയങ്ങളിലുള്ള കണക്കുകളുമെല്ലാം അതിൽ ഉറച്ചു നിൽക്കുന്നതുമാണ്. മറ്റൊന്ന് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതിന്റെ കോട്ടയായിരുന്ന ആറ്റിങ്ങലിനെ പിടിച്ചെടുക്കുവാൻ വേണ്ടി വന്നത് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ച് വികസനമില്ലായ്മ ആറ്റിങ്ങലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ആറ്റിങ്ങലുകാർ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വികസനം ജനങ്ങൾക്ക് നൽകിയത് തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ താൻ അഭിമുഖീകരിക്കുമ്പോൾ തനിക്കുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന ഉദ്ദേശം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ പ്രചരണത്തിനൊന്നും അടൂർ പ്രകാശ് കളത്തിലിറങ്ങിയിട്ടില്ല എന്നൊരു ആക്ഷേപം UDF-നുള്ളിൽ നിന്നും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും വന്നിട്ടുമുണ്ട്. സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വി മുരളീധരൻ എന്ന മുൻ കേന്ദ്രമന്ത്രി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രനേക്കാൾ കുറച്ച് വോട്ടുകൾ കൂടുതൽ നേടേണ്ട ആവശ്യകത വി മുരളീധരൻ്റെതാണ്. അങ്ങനെ വരുമ്പോൾ ആറ്റിങ്ങലിലും കൃത്യമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുവാൻ സാധ്യതയേറെ. ഒരു ഭാഗത്ത് സിറ്റിംഗ് MP, മറുഭാഗത്ത് ജനസ്വീകാര്യത ഏറെയുള്ള MLA, മറ്റൊരിടത്ത് കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ. ശക്തമായ ത്രികോണ മത്സരം തൃശ്ശൂരിൽ മാത്രമല്ല ആറ്റിങ്ങലിൽ നടക്കുവാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് BJP അവസാന ഘട്ടത്തിൽ തങ്ങളുടെ A+ മണ്ഡലങ്ങളുടെ എണ്ണം 3ലേക്ക് ചുരുക്കിയപ്പോൾ ആറ്റിങ്ങലും തിരുവനന്തപുരവും തൃശ്ശൂരും വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അവിടെയും ഇടതുപക്ഷത്തിനായിരുന്നു പത്രമാധ്യമങ്ങളുടെയും ചാനലുകളുടെയും സർവേ ഫലങ്ങളിൽ മുൻതൂക്കമുണ്ടായിരുന്നത്. എങ്കിലും ഒരു അട്ടിമറി വിജയത്തിന് സാധ്യത BJPയും അവിടെ കരുതുന്നു. മറ്റൊന്ന് മാവേലിക്കരയാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം കാലങ്ങളായി അവിടെ അധികാരത്തിലിരിക്കുന്നത് സിറ്റിംഗ് MP ആയ കൊടിക്കുന്നിൽ സുരേഷാണ്. NSS-ഉം SNDP-യും KPMS-ഉം അടക്കമുള്ള പല ജാതീയ മത സമവാക്യങ്ങളോടും പൊരുത്തപ്പെട്ടു നിൽക്കുന്ന സ്ഥാനാർത്ഥിയും പരിചയസമ്പന്നനായ സ്ഥാനാർത്ഥിയുമാണ് കൊടിക്കുന്നിൽ സുരേഷ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ വിഷമവും സങ്കടങ്ങളും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും ഇന്നലെ UDF-ന്റെ അവലോകന യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 25,000 മുതൽ 40,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹവും ചില പാർട്ടി ഘടകങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. മാവേലിക്കരയെ സംബന്ധിച്ച് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പരിചയസമ്പന്നനായ കൊടിക്കുന്നിൽ സുരേഷ് എല്ലാ ജാതീയ മതസമവാക്യങ്ങളോടും ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥി. LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ കരുത്തനായ യുവമുഖമായ CA അരുൺകുമാർ. ആദ്യഘട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ
കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന ഒരു നേതാവിന് കൃത്യമായ രീതിയിലുള്ള സമ്മർദ്ദം നൽകുവാൻ സാധിച്ചിട്ടുള്ള ചെറുപ്പക്കാരനായ ഒരു നേതാവ്. സ്വാഭാവികമായും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു മാവേലിക്കര എന്ന തരത്തിലൊരു വാർത്തയും തരംഗവും സൃഷ്ടിക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ആയിരുന്ന, പിന്നീട് കേരള കോൺഗ്രസ് ബിയിലേക്ക് വന്ന, ഏറ്റവും ഒടുവിൽ BDJSന്റെ സ്ഥാനാർത്ഥിയായി KPMSന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബൈജു കലാശാല മത്സരിക്കുമ്പോൾ BJPക്ക് പ്രതീക്ഷയുള്ളത് BDJSന്റെയും KPMSന്റെയും BJPയുടെ തനത് വോട്ടുകളും A+ മണ്ഡലത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്ന മാവേലിക്കരയിലെ വോട്ടുകളും ഒക്കെയാണ്. പക്ഷേ പല മണ്ഡലങ്ങളിലും BJPയുടെ അണികൾ വോട്ട് ചെയ്യുവാൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രാദേശിക തലത്തിൽ നിന്നുമുള്ള റിപ്പോർട്ട്. വിശ്വാസ്യത ഇല്ലായ്മ തന്നെയാണ് ബൈജു കലാശാലയ്ക്കെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യം കോൺഗ്രസ്, പിന്നീട് കേരള കോൺഗ്രസ് ബി, ഇപ്പോൾ BDJSന്റെ സ്ഥാനാർത്ഥി. സ്വന്തം അനിയത്തി പോലും കോൺഗ്രസിന് അനുകൂലമായി ബൈജു കലാശാലയ്ക്കെതിരായി മാവേലിക്കരയിൽ പ്രചരണത്തിനിറങ്ങുന്നത് അദ്ദേഹത്തിനുണ്ടാക്കിയ വെല്ലുവിളിയും ക്ഷീണവും ചെറുതൊന്നുമല്ല. അങ്ങനെ ഘടകങ്ങൾ പലതാണ്. ആദ്യഘട്ടത്തിൽ BJPയുടെ A+ മണ്ഡലമായി കരുതിയിരുന്ന മാവേലിക്കര ഇപ്പോൾ പ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നായി BJPക്ക് മാറിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് പ്രതീക്ഷ ഏറെയാണ് മാവേലിക്കരയിൽ. LDF പറഞ്ഞ 12 ലോക്സഭാ മണ്ഡലങ്ങളിൽ മാവേലിക്കരയും ഉൾക്കൊണ്ടിരിക്കുന്നു. അതിന് ഘടകങ്ങൾ പലതാണ്. മന്ത്രിമാർ 3 പേരാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF തന്നെയാണ് അധികാരത്തിൽ ഉള്ളത്. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും 2019 തനിക്ക് ലഭിച്ച സാമ്പത്തികപരമായുള്ള സഹായങ്ങളെല്ലാം മണ്ഡലത്തിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസവുമാണ് കൊടിക്കുന്നിൽ സുരേഷിന് മുതൽക്കൂട്ടായിട്ടുള്ളത്. എങ്കിലും മാവേലിക്കരയിൽ ഒരു ഇടത് തരംഗമുണ്ട്. മറ്റൊന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ്, അത് കോട്ടയമാണ്. കാലങ്ങളായി കോൺഗ്രസിന് അനുകൂലമായ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന കോട്ടയത്ത് ഇക്കുറി കാര്യങ്ങൾ വലിയ കഷ്ടത്തിലായിരിക്കും. കേരള കോൺഗ്രസ് 2 തട്ടിലായതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ മണ്ഡലം, അതിനപ്പുറം കേരള കോൺഗ്രസുകാർ തമ്മിൽ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഏറ്റുമുട്ടുന്ന ലോക്സഭാ മണ്ഡലം. സീറ്റ് വിഭജന ചർച്ച ആദ്യം നടന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോട്ടയം കോൺഗ്രസിന് നൽകണമെന്നുള്ളതായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ശക്തനല്ല എങ്കിൽ തോൽവി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ തന്നെയായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനോട് ആ സീറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം ഉന്നയിക്കുവാനുള്ള പ്രധാന ഘടകം. എന്നാൽ ഇല്ല, ഈ സീറ്റിൽ വിജയിച്ച് തന്നെ വരും എന്ന ഉറപ്പ് നൽകിക്കൊണ്ടായിരുന്നു കോട്ടയത്ത് മത്സരിക്കുവാൻ ഇടുക്കിക്കാരനായ ഫ്രാൻസിസ് ജോർജിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ സജി മഞ്ഞക്കടമ്പിലടക്കമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അതിൽ കൃത്യമായ വിയോജിപ്പ് അറിയിക്കുകയും അവരിൽ പലരും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് പോവുകയും മറ്റു പലർ സജി മഞ്ഞക്കടമ്പിന്റെ നേതൃത്വത്തിലുള്ളവർ BDJSന്റെ സ്ഥാനാർത്ഥിയായ വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും അല്ലെങ്കിൽ വോട്ട് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് കോൺഗ്രസിന് വലിയ ദുർബലാവസ്ഥ തന്നെയാണ് നിലവിലുള്ളത്. മറ്റൊന്ന്, 2 എന്ന കേരള കോൺഗ്രസിന്റെ ചിഹ്നം വലിയൊരു വൈകാരിക ബന്ധമാണ് കോട്ടയത്ത് പുലർത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും കാലങ്ങളായും ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളവർക്ക് ആ ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. മറ്റൊരു ഘടകം, ഇടുക്കിക്കാരനായ ഫ്രാൻസിസ് ജോർജിന് കോട്ടയത്തെ പല പ്രാദേശിക നേതാക്കന്മാരെയും പേരെടുത്ത് വിളിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ തോമസ് ചാഴിക്കാടൻ എന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുൻ MP, അദ്ദേഹത്തിന് ആ മണ്ഡലത്തെ കൃത്യമായി അറിയാം. ആ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ പ്രാദേശിക നേതാക്കന്മാരെയും അറിയാം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ നേതാക്കന്മാരെ വരെ അറിയാം. അതുകൊണ്ടും അവിടെ മുൻതൂക്കം കുറച്ച് കൂടുതലാണ് തോമസ് ചാഴിക്കാടന്. അതായത് കണ്ണൂർ, പാലക്കാട്, ആറ്റിങ്ങൽ, മാവേലിക്കര, കോട്ടയം, വടകര, ഈ 6 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതിന് അനുകൂലമായ തരംഗമാണ് നിലവിലുള്ളത്. അതായത് കോൺഗ്രസ് പറഞ്ഞ 16-4 എന്ന കണക്കിനപ്പുറം 14-6 എന്ന കണക്കാണ് കൃത്യമായ കണക്കായി വരുവാൻ സാധ്യതകൾ ഏറെ. പ്രാദേശിക തലത്തിലും അല്ലാതെയും 6 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 6ഇടത്തും LDFനാണ് സാധ്യത ഏറെ. എന്തായാലും കാത്തിരിക്കാം ജനം എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന്. കോൺഗ്രസ് പറഞ്ഞ 20-20 കോൺഗ്രസിന് നൽകുമോ, ഇല്ല ഇടതു പറഞ്ഞ 12 ഇടതിന് നൽകുമോ? മറ്റൊന്നുമല്ല, NDA ആഗ്രഹിക്കുന്ന പോലെ തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും അടങ്ങുന്ന 6 A+ മണ്ഡലങ്ങൾ അവർക്ക് നൽകുമോ എന്നുള്ളതെല്ലാം അറിയണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്?
LDFന് എത്ര സീറ്റ്, UDFന് എത്ര സീറ്റ്, NDA അഥവാ കേരളത്തിൽ അക്കൗണ്ട് തുറന്നാൽ അത് എവിടെയാകും, എത്ര സീറ്റുകളിലാകും? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.